I saved this type of wall grids on Pinterest, but I want a small grid on my table. അപ്പോൾ ഓടിച്ചെന്ന് പഠിച്ചു തീർന്ന പഴയ ഒരു നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വരാം. എൻ്റെ ഒരു പഴയ നോട്ട്ബുക്ക് എടുത്തപ്പോഴാണ് ഞാൻ ക്ലാസ് ടൈമിൽ വരച്ച ഒരു പിക്ചർ കണ്ടത്. അതൊക്കെ ഒരു കാലം നൊസ്റ്റാൾജി അടിച്ച് അതിന് കുറച്ച് പേപ്പേഴ്സ് കീറിയെടുത്ത് ഇതുപോലെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 12 പീസ് റോൾ ചെയ്തെടുക്കുക. അതിനൊരു ഗ്രിഡിന്റെ ഫോമിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അതിന് ഞാനൊന്ന് പെയിന്റ് ചെയ്തെടുക്കുക. ഇനി എൻ്റെ ബേസിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തൊരു പേപ്പർ സ്റ്റാൻഡ് പോലെ ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് സൈഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ടേബിൾ ഇരിക്കും കേട്ടോ. ഇനി ഈ ഒരു ഗ്രിഡിനെ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സും പിന്നെ ടു ഡു ലിസ്റ്റും പിൻട്രസ്റ്റ് ഞാൻ പ്രിന്റ് എടുത്ത കുറച്ച് കോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റഡി ടേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് ടൈം ടേബിൾ ഒക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ടു ഡു ലിസ്റ്റ് ഐഡിയ കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദി ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇത് വെച്ചത് എന്റെ ഡെസ്കിന്റെ ആ ഒരു ലുക്ക് എന്നെ അങ്ങോട്ട് മാറി. സത്യം പറഞ്ഞാൽ നല്ലൊരു എസ്തറ്റിക് ലുക്ക് ഉണ്ട്. അപ്പോൾ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗുഡ് ഐഡിയ ആണ്. അപ്പോൾ ഈ ഒരു ഐഡിയ പറഞ്ഞതിന് നിങ്ങൾ എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? കൂടെ ലൈക്ക് കമന്റും കൂടി ചെയ്യാം. See you next video. Bye.